ഡിവോഴ്സ് റേറ്റ് കൂടുന്നതിന് കാരണം സ്ത്രീകൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയതാണ് എന്നൊരു പരസ്യ പ്രചരണമുണ്ട്. കാര്യമില്ലാതില്ല. കാരണം സ്ത്രീകൾ കുറച്ചും കൂടെ ഇമോഷണലി, മെൻ്റലി, ക്രിയേറ്റീവ്ലി അപ്ഗ്രേഡ് ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ മൈൻഡ് സെറ്റും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് കൂടുതലും. പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനും ഒക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പുരുഷന്മാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവോൾവ് ചെയ്യുന്നുണ്ട്, വേറെ പല കാര്യങ്ങളിൽ ഇവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ മൈൻഡ് സെറ്റ് ഇപ്പോഴും ആ 80s-ലും 90s-ലും ഒക്കെ നിൽക്കുകയാണ്. അവിടുന്ന് വണ്ടി കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മൾ യങ്സ്റ്റേഴ്സിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒത്തിരി റീൽസൊക്കെ കാണുന്നതാണല്ലോ, യങ്സ്റ്റേഴ്സിനൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അതിൽ ആ പയ്യന്മാർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും, ഇവർ ഈ കാലഘട്ടത്തിൽ വളരേണ്ട ആൾക്കാർ തന്നെയാണോ? അല്ലെങ്കിൽ ഇപ്പം ഇവരെന്താ ഇപ്പോഴും സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു എന്താണ് ഫെമിനിസം വേണ്ട, ഈക്വാലിറ്റി മതി എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കൺസെപ്റ്റ് പോലും മനസ്സിലാക്കാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പം സ്ത്രീകൾ അപ്ഗ്രേഡ് ചെയ്ത് ഒരു എന്താണ് ഒരു മിനിമം ക്വാളിറ്റി ഓഫ് തോട്ട്സ് ഉള്ള ആൾക്കാർക്ക് വണ്ടി കിട്ടാത്ത ഈ മനുഷ്യരെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എന്താ മെയിനായിട്ടും ഈ ഒരു കപ്പിൾസിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ അപ്ഗ്രേഡ് ചെയ്യുകയും മറ്റേ ആൾ സ്റ്റിൽ ഇപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞാൽ പോലും എന്തിന് ഞാൻ എൻ്റെ കംഫർട്ട് സോൺ വിട്ട് ഈ കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ മൈൻഡ് സെറ്റിലേക്ക് വരണം, അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അവർ ട്രഡീഷണലി വളർന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ്, അല്ലെങ്കിൽ അവർക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല ഇങ്ങനെ ഒരു ഗ്രോത്ത് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതാണോ ഇട്ടേച്ച് പോകുന്നതാണോ നല്ലത് കൂടുതൽ? അപ്പോൾ ആ ഒരു തലവേദന എടുക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോൾ കൂടുതലും ഡിവോഴ്സസ് കൂടുന്നത്. ഏറ്റവും ബെസ്റ്റ് ആസ് എ കപ്പിൾ നമ്മൾ ഒരുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആ മൈൻഡ് സെറ്റ് ചേഞ്ചിലേക്ക് വരിക. പണ്ടത്തെ കാലഘട്ടമല്ല, സ്ത്രീ അടിമയല്ല. അല്ലെങ്കിൽ ഞാൻ ഈയിടയ്ക്ക് ഒരു റീല് കേട്ടത്, എന്തിനാണ് നിന്നെ കല്യാണം കഴിക്കുന്നത്? എൻ്റെ തുണി അലക്കാൻ, വീട് നോക്കാൻ, പിള്ളേരെ നോക്കാൻ, പിന്നെ ഞാൻ ഫ്രീഡം തരുന്നുണ്ട് ജോലിക്ക്. പക്ഷേ അങ്ങനല്ലല്ലോ. അവരും ഒരു ഇൻഡിവിജ്വലാണ്. എൻ്റെ അതേ ഒരു ലെവലിലുള്ള ആൾ. പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മുകളിൽ ഒരാൾ താഴെയല്ലല്ലോ. അപ്പോൾ ഒരേ പൊസിഷനിൽ വരേണ്ട ആളാണ്, ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളൊരു ടീമാണ് എന്നൊരു ചിന്തയില്ലാത്ത ആൾക്കാരുടെ കൂടെ ബുദ്ധിമുട്ടാണ് സ്ത്രീകൾക്ക് മുന്നോട്ട് പോകാനായിട്ട്.